ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ അത് ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും തൊട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരിക നമ്മൾ എത്ര കോടിയുടെ മദ്യം കുടിച്ചു തീർത്തു എന്നുള്ളതാണ്. റെക്കോർഡ് ഭേദിക്കുന്നത് ഏത് ജില്ലയാണെന്നുള്ളതാണ്. ആൻഡ് ആ പത്രം കാണുമ്പോൾ ആ കോടികളിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ വുഡ് സേ പ്ലീസ് ലിസൺ ടു ഇന്നത്തെ പോഡ്കാസ്റ്റിന് ആരോഗ്യം. കാരണം നമ്മൾ ആഘോഷക്കുടിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആൻഡ് വി ഹാവ് ഡോക്ടർ ഹരികുമാർ വിത്ത് us. ഡോക്ടർ ഹരികുമാർ, വെൽക്കം ടു ആരോഗ്യം. ഈ ആഘോഷക്കുടി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഇത്ര കോടിയുടെ മദ്യം കേരളം കുടിച്ചു തീർത്തു എന്ന് പറയും. അതിൽ ആ റെക്കോർഡിന് വേണ്ടി ജില്ലകൾ തമ്മിൽ മത്സരിക്കുന്ന പോലെയാണ് ഓരോ പ്രാവശ്യവും അതിൻ്റെ പരസ്യം വരുന്നതും ന്യൂസ് വരുന്നതും. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ മനസ്സിൽ എന്താ വരിക? വാസ്തവത്തിൽ ഇത് അതായത് ഈ കുടിച്ചു വറ്റിക്കുന്ന മദ്യത്തിൻ്റെ അളവ് മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും, എന്നാൽ ഈ കുടിച്ചു വറ്റിക്കുന്ന സീസണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ക്രിസ്മസ് തുടങ്ങി ന്യൂ ഇയർ വരെ എത്ര ഗാലനാണ് ഒഴുകാൻ പോകുന്നത് അല്ലേ, എത്ര കോടി. പക്ഷേ ആ മദ്യം ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രികൾ നിറയുന്ന അവസ്ഥ, അത് പലരും ധരിക്കുന്നത് മദ്യം കരൾ രോഗം അല്ല. മദ്യം ആഘോഷക്കുടിയുടെ രൂപത്തിൽ കഴിക്കുമ്പോൾ ബ്രെയിൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, ഹാർട്ടിൻ്റെ സഡൻ കാർഡിയക് ഡെത്ത് വരുന്നുണ്ട്, ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്നാണ് അതിന് പറയുക. അങ്ങനെ ഒരുപാട് അവയവങ്ങളെ ബാധിച്ച് അടി മുതൽ മുടി വരെയുള്ള ബാധിപ്പ് സംഭവിക്കുന്നുണ്ട് ഈ ആഘോഷക്കുടിയിൽ. ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ ബെഫ്കോയുടെ സെയിൽസ് മാത്രം പബ്ലിഷ് ചെയ്യുന്ന ഒരു ശരിയായ മാധ്യമധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിലല്ലേ, ഇപ്പം നമ്മൾ ഡോക്ടർ അത് പറയുകയാണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒ പിയിൽ രോഗികളുടെ എണ്ണം കൂടാറുണ്ടോ? വാസ്തവത്തിൽ ഒ പിയിലെ എണ്ണം കൂടുന്നതിനേക്കാളധികം ERലെ എമർജൻസി റൂമിലെ അഥവാ കാഷ്വാലിറ്റിയിലെ എമർജൻസി റൂമിലെ എണ്ണമാണ് കൂടുന്നത്. കാരണം ആഘോഷക്കുടി കഴിഞ്ഞ് ഒ പിയിലേക്ക് നടന്നു വരാൻ പറ്റുന്ന പരുവത്തിലായിരിക്കില്ല ഇതുകൊണ്ട് പ്രോബ്ലംസ് വരാൻ പോകുന്ന ആളുകൾ. ചിലർ ദേ വിൽ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. പക്ഷേ പ്രശ്നം വരുന്നവർ പലപ്പോഴും ERലേ എത്തുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു സാധാരണ സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിനപ്പുറത്തേക്കാണ് ഈ ആഘോഷക്കുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ER അറ്റൻഡൻസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. കോമൺലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ആഘോഷക്കുടിയിൽ എന്താണ് സംഭവിക്കുക? പലപ്പോഴും ഒരു ഗ്രൂപ്പാണ് കുടിക്കുന്നത്, ഒരു വ്യക്തിയല്ല കുടിക്കുന്നത്. ആ ഗ്രൂപ്പ് ചിലപ്പം ഒരു DJയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോടൊപ്പമാണ് ഈ കുടി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വൈകിട്ട് തുടങ്ങുന്ന കുടി ഇങ്ങനെ കൂടിക്കൂടി പോവുകയാണ്. അപ്പോൾ പലപ്പോഴും സ്വന്തം ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് ഈ ആഘോഷക്കുടിയിലെ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയും അളവിനപ്പുറത്തേക്ക് മദ്യം ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു ചെറിയ തോതിലുള്ള മദ്യത്തിൻ്റെ അളവൊക്കെ കരൾ കൈകാര്യം ചെയ്തോളും. ഈ ആൽക്കഹോൾ, എത്തനോൾ എന്ന് പറയുന്ന സംഗതി, അതാണ് തന്മാത്രയുടെ പേരല്ലേ. എത്തനോൾ ഈ ലിവറിനകത്തുള്ള കരളിലെ ചില എൻസൈമുകൾ പ്രവർത്തിച്ച് അസറ്റാൽഡിഹൈഡ് ആകുന്നു, പിന്നീട് അത് അസിറ്റിക് ആസിഡ് ആകുന്നു, അത് കഴിഞ്ഞ് വാട്ടറായിട്ടും വെള്ളത്തിൻ്റെ തന്മാത്രയായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും മാറുന്നു. ഒരു മോഡറേറ്റ് ഡ്രിങ്കിങ്ങിലൊക്കെ കരൾ ഈ മദ്യത്തിൻ്റെ തന്മാത്ര ഇങ്ങനെ വിഘടിപ്പിച്ച് കളഞ്ഞോളും. പക്ഷേ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ്ങിൽ ഒരു ചെറിയ കാലയളവിൽ അമിതമായ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ കരളിൻ്റെ സാച്ചുറേഷൻ പോയിൻറ്റിന് അപ്പുറത്തേക്ക് മദ്യം ചെല്ലുന്നു. പിന്നെ സംഭവിക്കുന്നത് ഈ മദ്യത്തിൻ്റെ തന്മാത്രകൾ കരളാൽ നശിപ്പിക്കപ്പെടാതെ മസ്തിഷ്കത്തിലേക്കും ഹൃദയത്തിലേക്കും കരളിലേക്കും തന്നെ ഇനിയും നെർവിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ ഡാമേജ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഓവർ മദ്യം ഡൈജസ്റ്റ് ആകാണ്ട് പല പല ഭാഗങ്ങളിൽ, ഡൈജസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത് ഡീടോക്സിഫിക്കേഷൻ അഥവാ വിഷ വിമുക്തമാക്കുകയാണ്. ആ മദ്യം എന്ന് പറയുന്ന വിഷ തന്മാത്രയെ വിമുക്തമാക്കുന്ന കരളിൻ്റെ കഴിവിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്കായിരിക്കും പലപ്പോഴും ഈ ആഘോഷക്കുടി അഥവാ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ് നടക്കുക. ഡ്രിങ്ക് ഇൻ മോഡറേഷൻ എന്നുള്ള വാക്ക് തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം ഇത്രയുള്ളൊരു ചെറിയ തോതിൽ അല്ലെങ്കിൽ റെഗുലറായിട്ടൊരു അളവിൽ ദിവസവും കഴിക്കുന്നു അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ കരളിനത് കൈകാര്യം ചെയ്യാൻ പറ്റും. കരളിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു പ്രത്യേക ആരോഗ്യ അല്ലെങ്കിൽ അനാരോഗ്യ സാഹചര്യമാണ് ഫെസ്റ്റീവ് ഡ്രിങ്കിങ് അതോ ആഘോഷക്കുടി. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ചില ആളുകളെങ്കിലും പറയും ഞാനത് വൺസിൻ്റെ വൈലേ കുടിക്കാറുള്ളൂ, വല്ല ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി കുടിക്കുമ്പോൾ ഒരു ആറാട്ടായിരിക്കും എന്ന് പറയും. ഇതിൽ രണ്ടിലും ഉണ്ടല്ലോ. അതായത് നോർമലി ഒരു റുട്ടീൻ പോലെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രം ഇങ്ങനെ കുടിക്കുന്ന ഒരാളും ഈ ആഘോഷക്കുടി വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ ട്വൈസ് ഇൻ ഇയർ കുടിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം മരണ സാധ്യത ഉൾപ്പെടെയുള്ള വളരെ മേജർ കോംപ്ലിക്കേഷൻ സംഭവിക്കുന്നത് ബെഞ്ച് ഡ്രിങ്കിങ്ങിലാണ് അഥവാ ആഘോഷക്കുടിയിലാണ്. യെസ്. അതായത് ഈ രണ്ടാമത് പറഞ്ഞ വല്ലപ്പോഴേ ഞാൻ കുടിക്കുകയുള്ളൂ, ഓണത്തിനെ കുടിക്കുകയുള്ളൂ. പക്ഷേ ആ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് കുടിക്കുന്നത് പരിധി വിട്ടുള്ള പിന്നെ സംഘം ചേർന്നുള്ള ഫെസ്റ്റിവൽ ഡ്രിങ്കിങ് ആണ് എങ്കിൽ ആ വ്യക്തിക്കായിരിക്കും കോംപ്ലിക്കേഷൻസ് കൂടാൻ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞ ബയോകെമിസ്ട്രി നമ്മൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതി നമ്മൾ പറഞ്ഞില്ലേ, പല പല തന്മാത്രകളായിട്ടാണ് എത്തനോൾ എന്ന് പറയുന്ന തന്മാത്ര വിഘടിപ്പിക്കപ്പെടുന്നത്. ആ വിഘടിപ്പിക്കപ്പെടുന്നത് മുഴുവൻ കരളിലാണ്. ആ കരളിലൊരു സാച്ചുറേഷൻ പോയിന്റ് അഥവാ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലായിരിക്കും ഈ സോക്കോൾഡ് സോഷ്യൽ ഡ്രിങ്കറോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഇൻ മോഡറേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ പെടുന്നത്. പക്ഷേ അറിയാം ഇത്രയൊക്കെ വരും, അതെ, അത് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കണം എന്ന് കരളിന് ബോധമുണ്ട്. പക്ഷേ കരളിൻ്റെ ബോധത്തിനും ബോധ്യത്തിനും അപ്പുറത്തേക്ക് ഒരു ചുരുങ്ങിയ കാലയളവിലാണ് ഈ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ് നടക്കാൻ പോകുന്നത്. ഒരു പാനിക് അറ്റാക്ക് വരുന്ന പോലെ സർവറ എടുത്ത് കുടിക്കുന്നു അല്ലേ, അങ്ങനെ വരാറുണ്ട്. പലപ്പോഴും NRIs അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കിട്ടുന്നില്ല ഡോക്ടറെ, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ
വല്ലപ്പോഴും അല്ലേ ഉള്ളൂ ഒന്ന് കുടിക്കാം. പക്ഷേ ആ കുടിക്കുന്നത് പരിധിവിട്ടുള്ള കുടിയായിരിക്കും, കരളിനത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. കരളിന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രക്തത്തിൽ ഇത് ഈ എത്തനോളിൻ്റെ ആൽക്കഹോളിൻ്റെ മോളിക്യൂൾസ് തന്മാത്രകൾ ഒഴുകി നടന്ന് മറ്റ് അവയവങ്ങളിലേക്ക് പോയി പിടിക്കും. ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. ഹാർട്ടിൻ്റെ റിഥം, ആ താളം തെറ്റും മദ്യത്തിൻ്റെ അമിത രക്തത്തിലുള്ള കൂടുതലുള്ള ലെവൽ കാരണം. അതുപോലെ ഇത് വരാം, ഡീഹൈഡ്രേഷൻ നല്ലപോലെ വരാം, അഥവാ നിർജ്ജലീകരണം വരാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് ട്രോപ്പിക്കൽ രാജ്യമാണല്ലോ, അപ്പം ചൂട് കൂടുതലുള്ള ഇത് സ്ഥലമായതുകൊണ്ട്, അല്ലാതെ ഡിസംബർ വെസ്റ്റിലെ പോലെ മഞ്ഞ് മൂടിയൊന്നും അല്ല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂട് കൂടിയ ഒരു ക്ലൈമറ്റുള്ള രാജ്യത്ത് ഒരുപാട് മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ നിർജ്ജലീകരണവും സംഭവിക്കുന്നു. ശരീരത്തിലുള്ള ഈ സോഡിയം, രക്തത്തിലെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഘടകങ്ങളുടെ അളവ് കുറയാം. ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമായിട്ടും ഹൃദയത്തിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന തന്മാത്രകളാണ്. അപ്പോൾ ഇതിലെ വ്യത്യാസങ്ങൾ, ഹാർട്ടിൻ്റെ സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക്, ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്ന റിഥം കറക്റ്റായിട്ട് നടക്കാതെ ആൾ ബോധം കെട്ടങ്ങ് പോകുന്ന, കോമയിലേക്ക് പോകുന്ന അവസ്ഥ. ആ റിഥം പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണം അവിടെ സംഭവിക്കാം. ബ്രെയിനിലും അതുപോലെ തന്നെയാണ്. ബ്രെയിനിൽ ജന്നി വരാൻ വേണമെങ്കിൽ സീഷേഴ്സ് വരാം. സ്ട്രോക്കിൻ്റെ ഇത് കൂടും എന്നാണ് പറയുന്നത് അമിത മദ്യപാനത്തിലെ. സ്ട്രോക്ക് കൂടാം. അപ്പോൾ തലച്ചോറ് തൊട്ട് താഴേക്ക് അടിപൊട്ട് മുടി വരെ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഈ അമിത മദ്യപാനത്തിൽ ആഘോഷക്കുടിയുടെ കോംപ്ലിക്കേഷൻസ് കിടക്കുന്നത്. ഇപ്പോൾ ഫെസ്റ്റീവ് ഡ്രിങ്കിങ് ഒരു വേറെ സാധനമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമാവുന്ന ചില ആളുകളെങ്കിലും നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു DJ പാർട്ടിക്ക് പോവുകയാണെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. ഇഫ് യു ആർ നോട്ട് ഡ്രിങ്കിങ് യു ലെഫ്റ്റ് ഔട്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ഓഡ് വൺ ഔട്ടായിട്ട് മാറി നിൽക്കണം. അങ്ങനെയുള്ളവർ നമ്മൾ ആൾക്കാർ കളിയാക്കുകയും ചെയ്യും, കൂടെയുള്ളവർ കളിയാക്കുള്ളൂ. അപ്പോൾ ഈ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ അവിടെ ഒരാളാവാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ടി വരുമെന്ന് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, സീസൺഡ് ഡ്രിങ്കേഴ്സ് ആയിരിക്കില്ല പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ചെന്ന് ചാടുന്നത്. ഈ പറഞ്ഞ രീതി, ഇപ്പം വെളിയിൽ നിന്ന് ബന്ധുക്കളൊക്കെ കൂടെ വന്നു, ഫ്രണ്ട്സ് വന്നു, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട്സേക്ക് കുടിച്ചില്ലെങ്കിൽ പ്രശ്നം ആവില്ലേ എന്നുള്ള തോന്നലിൽ പെടാൻ, അതെ അങ്ങനെ വരാം കേട്ടോ. അതൊരു ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മോബ് സൈക്കോളജി പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പറയുന്നവരോട് ഡോക്ടർ എന്താ പറയുക? ഇപ്പോൾ ചിലരെങ്കിലുമൊക്കെ വന്ന് ഡോക്ടറെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ പറയുമല്ലോ, ഡോക്ടർ ഇത് ഇങ്ങനെ പറ്റിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഓടുവാൻ ഔട്ടായി പോകില്ലേ, ഡോക്ടർ എന്താ പറയുക അവരോട്? അല്ല, നമ്മളിപ്പോൾ തിരിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്രായോഗികമായ ഉത്തരം, കൂട്ടുകാർക്ക് വേണ്ടി കുടിച്ചു, ആശുപത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മരുന്നിന് വേണ്ടി കാശ് പിന്നീട് ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയല്ലേ. ഇനി നമ്മുടെ ഭാഗ്യക്കേടിന് ഈ വെറൊരു മരുന്നിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത ഒരു വളരെ സീരിയസ് കോംപ്ലിക്കേഷനാണ് ആഘോഷക്കുടിയിൽ സംഭവിക്കുന്നതെങ്കിൽ നഷ്ടം ആർക്കാം? കുടിച്ചാൾക്കും കുടിച്ചാളുടെ കുടുംബത്തിനും അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ആഘോഷക്കൂടി കഴിഞ്ഞിട്ട് യൂഷ്വലി വരുന്ന റിസ്കുകൾ, ഇപ്പോൾ ഡോക്ടർ ഇൻ ജനറൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒരു പേഷ്യൻ്റ് കേസ് അങ്ങനെ എന്തെങ്കിലും പറയാൻ സ്പെസിഫിക്കലി ഉണ്ടോ? അതായത് ഒരു ഫെസ്റ്റീവ് ഡ്രിങ്കിങ്ങിന് ശേഷം സംഭവിച്ച ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കേസ് അങ്ങനെ എന്തെങ്കിലും? ഒരുപാടുണ്ട്. അതിലൊരെണ്ണം റീസെൻ്റ് ഒരു മെമ്മറബിളായിട്ട് പറയാൻ പറ്റുന്നത്, ഒരാൾക്ക് സാധാരണ നമ്മൾ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മദ്യപാനം എന്ന് പറഞ്ഞാൽ കരൾ രോഗവുമായിട്ട് മാത്രം ബന്ധിപ്പിച്ചാൽ മതി. അങ്ങനെയല്ല. ഒരു നല്ലപോലെ അളവിൽ മദ്യം ഉപയോഗിച്ച ഒരാളുടെ ഈ കയ്യിലെ നെർവ്സ്, റേഡിയൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട്, അത് വെച്ചിട്ട് അതുണ്ടെങ്കിലേ നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ കൈകൊണ്ട് എന്ത് ചെയ്യാനോ സ്കിൽഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റേഡിയൽ നെർവ് പോയി കഴിഞ്ഞാൽ റിസ്റ്റ് ഡ്രോപ്പ് എന്നാണ് പറയുക, റിസ്റ്റ് തൂങ്ങിനായി പോകും. അപ്പോൾ അങ്ങനെ മദ്യം ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് അത് വന്നതായിട്ട് ഞാൻ ഈയിടെ കണ്ടിരുന്നു. പക്ഷേ ലക്കിലി അദ്ദേഹത്തിന് അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരാൻ പറ്റിയില്ലെങ്കിൽ ആളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു സാധ്യത അവിടെ ഇല്ലാതാകുകയാണ്. അപ്പോൾ ആ ഒരു പേഷ്യനെ ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാര്യം വെച്ചാൽ, ഇത് മദ്യം കരൾ രോഗം എന്ന് ആളുകൾ റിലേറ്റ് ചെയ്യാൻ പാടില്ല. ഡാമേജിന് ഒരുപാട്, അതെ മറ്റു പല ഫലങ്ങളും ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും മദ്യം ബാധിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണം എന്നുള്ള രീതി ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ഈ മദ്യപിക്കുന്ന ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഫെസ്റ്റീവ് ഡ്രിങ്കിങ് പോലെ ചെയ്യുന്ന ആളുകൾ ഈ പിറ്റേ ദിവസം കിക്ക് മാറാൻ, അല്ലെങ്കിൽ ഈ ഹെവി ഡ്രിങ്കിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് മാറാൻ അവർ പല ലിക്വിഡും അതും ഇതൊക്കെ മേടിച്ച് കഴിക്കുമല്ലോ, ഈ കിക്ക് പോകാൻ, തിരിച്ച് ഓഫീസിലേക്ക് ആ ഇതൊന്ന് മാറിയിട്ട് പോകാനായിട്ട്. How helpful is that? ഈ കടകളിൽ വാങ്ങാൻ വെച്ചിരിക്കുന്ന ലിക്വിഡുകൾക്ക് മുന്നേ ആളുകൾ നാരങ്ങയും ഒക്കെ ആയിരുന്നു തോന്നുന്നു, പണ്ടത്തെ മോര്, ഇത്തരം സംവിധാനങ്ങളൊക്കെ ആയിരുന്നു. വാസ്തവത്തിൽ ഇതിനൊന്നും വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ കിക്ക് അഥവാ ഹാങ് ഓവർ വരുന്നത്, ഞാൻ നേരത്തെ ഈ മദ്യത്തിൻ്റെ ഘട്ടമായിട്ടുള്ള ആ ഒരു വിഘടനം പറഞ്ഞില്ലേ, അതിൽ അസറ്റാൽഡിഹൈഡാണ് പലപ്പോഴും ഹാങ് ഓവറും ഒക്കെ ഉണ്ടാക്കുന്നത്. കിക്കല്ല, ഹാങ് ഓവർ ഉണ്ടാക്കുന്നത്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കുന്നത് പലപ്പോഴും അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു മരുന്നും ഇല്ല. നല്ലപോലെ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്താൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നോർമൽസിയിലേക്ക് വരാമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ഹാങ് ഓവറിന് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പല ലിക്വിഡുകളും മാർക്കറ്റിംഗ് ഗിമിക്കേ ആവുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ പണ്ട് മോര് കൊടുത്തിരുന്നതിനും അതിനും ഇല്ല. അതും ഞാൻ പറഞ്ഞല്ലോ, അതൊരു വിശ്വാസം മാത്രമേ ആവുന്നുള്ളൂ. മോരിന് പകരം വെള്ളം, ഹൈഡ്രേഷൻ ചെല്ലുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ഓ അപ്പോൾ ആ ഒരു ഇൻടോക്സിക്കേഷൻ കുറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡീഹൈഡ്രേഷൻ ഇതിൻ്റെ ഭാഗമാണ്, ആഘോഷക്കുടിയുടെ ഭാഗമാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഉപ്പിട്ട മോര് കൊടുക്കുമ്പോൾ സോഡിയം കുറേ അതിനകത്ത് കിട്ടുന്നു, അപ്പോൾ ഒരു വ്യത്യാസം വരും. അതൊക്കെ ഉള്ളൂ. ഉപ്പിട്ട നാരങ്ങളും കുടിച്ചാലും ഒക്കെ ഓക്കെയാണ്. അതെ, ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുക്കലായിരുന്നു ഒരു രീതി, മോര് കൊടുക്കലായിരുന്നു വേറൊരു രീതി. അതെ. ഇപ്പം പുതിയ ഫാഷനാണ് ഈ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു കുപ്പികളിൽ ഹാങ് ഓവർ മാറ്റാനുള്ള സംഗതി ഉണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ട് വിൽപ്പനയ്ക്ക് വെക്കുന്ന സാധനങ്ങളിലും വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. വെള്ളം കുടിച്ചാൽ മതി, കാശ് കൊടുത്ത സാധനം മേടിക്കണം നിർബന്ധമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ നമ്മുടെ നാട്ടിൽ വിന്റർ കാലാവസ്ഥയിലാണ് ഇരിക്കുന്നത്. യൂഷ്വലി മദ്യപിക്കുന്ന ആളുകൾ പറയാറുണ്ട് ഭയങ്കര തണുപ്പായിരുന്നു, നമ്മൾ വെക്കേഷനൊക്കെ പോയാലും പറയും ഭയങ്കര തണുപ്പായിരുന്നു, ആ തണുപ്പത്തൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുടിച്ചത് എന്ന് പറഞ്ഞ ആൾക്കാർ കുടിക്കും. സത്യത്തിൽ മദ്യത്തിന് ശരീരത്തിനെ ചൂടാക്കാനുള്ള കഴിവുണ്ടോ? ഓക്കെ, മദ്യത്തിന് ശരീരത്തെ ചൂടാക്കാനുള്ള കഴിവില്ല. പക്ഷേ മദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ രക്തക്കുഴലുകൾ, തൊലിക്കടിയിലൊക്കെ രക്തക്കുഴലുകളിലെ ആർട്ടറി, ആ ആർട്ടറി വികസിക്കും. വാസോ ഡയലറ്റേഷൻ എന്നാണ് അതിന് പറയുക. അപ്പം ശരിക്കും ശരീരത്തിലെ ഊഷ്മാവ് അതിലൂടെ നഷ്ടപ്പെടാൻ തുടങ്ങും. രക്തക്കുഴലുകൾ സങ്കോചിച്ചിരുന്നാൽ മാത്രമേ, ചുരുങ്ങിയിരുന്നാലേ ബോഡിയുടെ ഹീറ്റ് ബോഡിക്കുള്ളിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പം മദ്യം ഉപയോഗിക്കുമ്പോഴേക്കും രക്തക്കുഴലുകൾ വലുതാകുന്നത് കൊണ്ട് അതിലൂടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നഷ്ടപ്പെടും. അപ്പോഴാണ് ഈ ഒരു ചൂട്, അതായത് ആ രക്തക്കുഴലിൽ വികസിക്കുമ്പോൾ ചൂടായി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നതുള്ളൂ. വാസ്തവത്തിൽ ഈ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നൊന്നും ഇല്ല, ചൂടെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സെലിബ്രേഷൻ സമയത്ത് മദ്യത്തിൻ്റെ ഏറെക്കുറെ അതേ ഫീല് തരുന്ന എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്ന സാധനമാണ് വൈൻ. ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും വൈനും ഒക്കെ ഉണ്ട്. വൈന്, ബിയർ, ഇതൊക്കെ എത്രത്തോളം ആൽക്കഹോളിക്കാണ്, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ എന്ത് ഡാമേജ് ആണ് ഇതുണ്ടാക്കുക? വിവിധ മദ്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നോൺ ആൽക്കഹോളിക് ബിയർ, നോൺ ആൽക്കഹോളിക് വൈൻ എന്നൊരെണ്ണമുണ്ടെങ്കിൽ അതിനൊന്നും വാസ്തവത്തിൽ പിന്നെ വലിയൊരു ടോക്സിസിറ്റി നമ്മൾ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം മദ്യം അതിനകത്തില്ല, അത് നോൺ ആൽക്കഹോളിക്കാണ്, രുചി മാത്രമേ അതിനകത്ത് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ആൽക്കഹോളിക് ബെവറേജസ്, അതിൽ ഏറ്റവും കുറഞ്ഞ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് ബിയറാണ്. ഒരു 5%, 6% ഒക്കെ ഉള്ളൂ. 100 ml എടുത്താൽ അതിനകത്ത് 6 ഗ്രാം എന്നുള്ളതാണ് ഈ 6% എന്ന് പറയുന്നത്, അത് ബിയറാണ്. പക്ഷേ വൈനിലേക്ക് ചെല്ലുമ്പോൾ അതിനേക്കാൾ കൂടിക്കഴിഞ്ഞു. 10%, 15% മുകളിലുള്ള വൈൻ ഉണ്ട്. അതായത് ആൽക്കഹോളിക് വൈൻ ആക്ച്വലി ബിയറിനേക്കാളും പവർഫുള്ളാണ്. അതിന് മുകളിലേക്കാണ് ഈ ശരാശരി 40% നമ്മുടെ ലിക്കർ കാറ്റഗറി ഉണ്ടല്ലോ, IMFL എന്ന് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എല്ലാം ഏതാണ്ട് അതെ 40%. അത് വിസ്കി ആയാലും ബ്രാൻഡി ആയാലും വോഡ്ക ആയാലും എല്ലാം ഒരു അറൗണ്ട് 40%, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതിനേക്കാൾ മദ്യശതമാനം കൂടിയ മദ്യങ്ങളുണ്ട്, പക്ഷേ അത് ഇന്ത്യയിൽ അത്ര സുലഭമല്ല. യൂറോപ്പിലൊക്കെ അബ്സിൻത എന്ന് പറയുന്ന ഒരു ആൽക്കഹോൾ ഒരു പ്രോഡക്റ്റ് 80%-ലധികം ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോൺ ആൽക്കഹോളിക് ബിയറിനോ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് വൈനോ ഒന്നും വലിയ ഡാമേജ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. കാരണം അത് വെറും ഒരു ഫ്ലേവർ ഡ്രിങ്കേ ആവുന്നുള്ളൂ. അപ്പോൾ ആൽക്കഹോളിക് ഡ്രിങ്കുകളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അളവുള്ള ബിയർ, അതിന് മുകളിലുള്ള വൈൻ, അതിന് മുകളിലുള്ള ലിക്കർ കാറ്റഗറിയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇപ്പോൾ സാർ ഡോക്ടർ ഈ യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ, അതായത് നമ്മുടെ നാട്ടിൽ ആളുകൾ ഒരു പ്രായത്തിന് ശേഷമാണ് ലിക്കർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂറോപ്യൻ പുറത്തുള്ള രാജ്യങ്ങളിൽ ഒരു അഡൾട്ട് എന്ന് പറയുമ്പോൾ 13-14 തൊട്ട് പാരൻസിൻ്റെ മുമ്പിൽ വെച്ചാൽ അവർ വിത്ത് ഫാമിലി ഒരുമിച്ചിരുന്ന ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവിടെയൊന്നും അങ്ങനെ ഇത്രയും ലിക്കർ കഴിച്ചിട്ട് ഡാമേജ് ഉള്ളതായിട്ടോ, അല്ലെങ്കിൽ ലിക്കർ അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? അത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഉഷ്ണമേഖല ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു മദ്യപാന സംസ്കാരത്തിൻ്റെ വ്യത്യാസമാവാനാണ് സാധ്യത. ഇപ്പോൾ വെസ്റ്റിൽ മഞ്ജു പറഞ്ഞതുപോലെ അവർ ഒരു ഫാമിലിയിൽ അല്ലെ ഒരു ബിയർ കഴിച്ചുകൊണ്ട് അല്ല ബിയറോ ലഞ്ചിനോടൊപ്പം ബിയർ കഴിക്കലോ അല്ലെങ്കിൽ രാത്രി ഒരു വീക്കെൻഡ് വൈൻ കഴിച്ച് ഡിന്നർ കഴിക്കലോ ഒക്കെ അവിടെ സർവ്വസാധാരണ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരും. നമുക്കിവിടെ അങ്ങനെയല്ലല്ലോ. ഇത് പലപ്പോഴും ടാബു, അല്ലെ വീട്ടിൽ ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മദ്യം നിരോധിക്കപ്പെടണം, അല്ലെങ്കിൽ മദ്യം ഹറാമാണ്, ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടിച്ചു തുടങ്ങുന്ന വ്യക്തി മിക്കവാറും ക്യാമ്പസിലായിരിക്കും ഇതിനുള്ളൊരു എക്സ്പോഷർ കിട്ടുക. ആ ക്യാമ്പസിലെ മദ്യപാന സംസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ളതായിരിക്കും. ഒരുപാട് അളവെടുത്ത് കഴിക്കാൻ നോക്കും, അല്ലേ? കപ്പാസിറ്റി എന്നുള്ള വാക്കൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഞാൻ 8 പെഗ് അടിച്ചു എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല, ക്യാമ്പസിലെ കുട്ടികൾ പറയുന്ന വാചകമാണ്. അപ്പോൾ ഈ മദ്യപാന സംസ്കാരം ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വെസ്റ്റേൺ ഡ്രിങ്കിങ് കൾച്ചർ. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഒരു അളവിനപ്പുറത്തേക്കുള്ള കുടിക്ക് ഒരു ക്രെഡിറ്റ് വരെ കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ ഇത്രയും കഴിച്ചിട്ടും ഒരു അനക്കം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ 8 പേർ കഴിച്ചിട്ടും അനക്കമില്ല എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായി എടുക്കുന്ന ഒരു സംസ്കാരം ആണ് നമ്മുടെ മദ്യപാന സംസ്കാരം, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ വെസ്റ്റിൽ ആഹാരത്തിൻ്റെ കൂടെയുള്ള ഒരു പാനീയം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഉപയോഗിക്കുക. പക്ഷേ വെസ്റ്റിലും ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉൾപ്പെടെ മദ്യപാനം കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ട്. അവരിലും അമിത മദ്യപാനമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ വിചാരിച്ചു നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല, എല്ലാം ഒരു സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി പറഞ്ഞ സാധനങ്ങളാണ്. പുറം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതായത് ക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല കേട്ടോ. മദ്യത്തിന് അങ്ങനെയല്ല. മദ്യത്തിന് ശതമാനക്കണക്ക് മാത്രമേ വരുന്നുള്ളൂ. അതെ, നാടൻ. ഇപ്പം നമ്മൾ ബിയർ പറഞ്ഞതിൻ്റെ താഴെ ടോഡി വരുന്നുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഏറ്റവും കുറവ് അളവ് ആൽക്കഹോൾ ഉള്ളത് കള്ളിലാണ് 3%, അല്ല 4%.
പരമാവധി പുളിപ്പിക്കുന്ന അത്രയൊക്കെ കാണുള്ളൂ. അതിന് മുകളിൽ ബിയർ വരുന്നു. അപ്പോൾ ബിയറിന് മുകളിൽ വൈൻ വരുന്നു, വൈനിന് മുകളിൽ ലിക്കർ വരുന്നു. അപ്പം ക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റ് അല്ല, മറിച്ച് എത്ര ശതമാനം മദ്യമാണ് ഈ പാനീയത്തിലുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാണ്ട് യൂറോപ്പിൽ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുന്നു, ഇവിടെ സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചിലപ്പോൾ വെറുതെ ആണെങ്കിൽ ഈ കളിയാക്കി പറയും ബാറ്ററി അതിനാണ് ഞാൻ അബ്സിന്റെ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത്. അബ്സിന്റെ 80% മുകളിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് കിട്ടില്ല, ഇവിടെ കിട്ടില്ല. അപ്പം അവിടെ ഫസ്റ്റ് ക്വാളിറ്റി, ഇവിടെ സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ളതല്ല. ഏത് രാജ്യത്തെ ആയാലും മദ്യത്തിനകത്ത് എത്ര ശതമാനം എത്തനോൾ ഉണ്ട് അഥവാ ആൽക്കഹോൾ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ പാർശ്വഫലങ്ങളും മറ്റു കോംപ്ലിക്കേഷൻസും ഒക്കെ വരാൻ പോകുന്നത്. ഇപ്പം നാടൻ കള്ളിനെ കുറിച്ച് പറഞ്ഞല്ലോ. നാടൻ കള്ള് ഇപ്പം മുന്തിരിക്കള്ള് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് ഹെൽത്തിയാണ്, അത് ഇത്രയെങ്കിലും ഒക്കെ ആയിട്ട് കുടിക്കാം, അത് ശരീരത്തിന് നല്ലതാണ്, അതൊരു പുളിപ്പിച്ച സാധനമല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയും. ഈ നാടൻ കള്ള് എന്ന് പറയുന്നത് ആക്ച്വലി ഹെൽത്തി ഒരു ഓപ്ഷനാണോ? ഞാൻ പറഞ്ഞല്ലോ, നാടൻ കള്ളിനകത്ത് വളരെ ചെറിയ ശതമാനം ആൽക്കഹോളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ തോതിൽ ആണ് ആ നാടൻ കള്ള് ഉപയോഗിക്കുന്നതെങ്കിൽ, അത് ഹൈജീനിക് ആയിട്ടൊക്കെ ആണ് ആ കള്ള് ചെത്തി എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലീസ്റ്റ് ഡാമേജിങ് ആയിട്ടുള്ളത് നാടൻ കള്ളായിരിക്കും. അതിന് മുകളിൽ ഉള്ളതാണ് ബിയർ. പക്ഷേ മദ്യത്തിൻ്റെ ശതമാനം പുളിപ്പിക്കുമ്പോൾ, ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ മദ്യം അവിടെ വരികയല്ലേ. ആ മദ്യം ഉണ്ടെങ്കിൽ ഒരല്പം ഡാമേജ് വരാം. ഏറ്റവും കുറവ് ഡാമേജ് ഏറ്റവും കുറഞ്ഞ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള പാനീയത്തിലായിരിക്കും. ഏറ്റവും കുറവ് കണ്ടൻറ്റുള്ളത് കള്ളാണ്, അതിന് മുകളിൽ ബിയറാണ്, അതിന് മുകളിൽ വൈനാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ കള്ള് വേഴ്സസ് ബിയർ വേഴ്സസ് വൈൻ വേഴ്സസ് ലിക്കർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ഏറ്റവും ഡേഞ്ചറസ് ഓപ്ഷൻ എങ്ങനെയാണ് പോകാൻ ലെയർ? ഏറ്റവും ഡേഞ്ചർ ലിക്കർ ആയിരിക്കുമല്ലോ. ലിക്കറാണ്. ബിക്കോസ് 40% മുകളിലുണ്ട്. 100 ml ലിക്കർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 40 ഗ്രാം എഥനോൾ അഥവാ ആൽക്കഹോൾ ഉണ്ടാവും. അതിൻ്റെ താഴെ വൈൻ. പക്ഷേ വൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈൻ ആളുകൾ ഒരുപാട് അളവ് കുടിക്കില്ല. പലപ്പോഴും വൈൻ ഒരു ഗ്ലാസ് ഓഫ് വൈനേ കാണുള്ളൂ. അതേ ഉള്ളൂ. ആ ഗ്ലാസിൻ്റെ സൈസ് പോലും പലപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൈൻ കൊണ്ട് ബോധം പോകുന്ന രീതിയിൽ കുടിക്കുന്ന ആളുകളെ അപൂർവമായിട്ടല്ലേ കാണാൻ കഴിയുള്ളൂ. ഈ വൈനാണെങ്കിലും അതുപോലെ ഈ കള്ളാണെങ്കിലും ഒക്കെ കുറേയൊക്കെ കുട്ടികൾക്കും കൊടുക്കും ആൾക്കാർ. ഇത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അത് ആക്ച്വലി അഡ്വൈസബിൾ അല്ല. അഡ്വൈസബിൾ അല്ല. കാരണം കുട്ടികളുടെ ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ കൊടുക്കുന്ന കുടുംബങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അത് തീർച്ചയായിട്ടും ഒട്ടും അഡ്വൈസബിൾ അല്ല. കാരണം ഒന്ന്, അവരുടെ അവയവ വ്യവസ്ഥകളൊന്നും ഓർഗൻ സിസ്റ്റംസ് ഒന്നും വെൽ ഡെവലപ്ഡ് പോലും അല്ല അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിഷ സാധനമാണ്, അല്ലെ ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റ് ഒന്നും അല്ലല്ലോ ഈ കൊടുക്കുന്ന മദ്യം. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്ന അനുവദനീയമല്ല. ആ കുട്ടികളുടെ കാര്യം ചോദിച്ചുകൊണ്ട് മറ്റൊരു ആണുങ്ങൾക്കായിരിക്കോ പെണ്ണുങ്ങൾക്കായിരിക്കോ മദ്യപാനം കൊണ്ട് കൂടുതൽ കരൾ ഡാമേജ് വരുന്നത് വെച്ചാൽ പെണ്ണുങ്ങൾക്കാണ്. അപ്പം കുട്ടികൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർത്തു. ജെൻഡർ ഡിഫറൻസും ഉണ്ട് ഇതിൽ. സ്ത്രീകൾക്ക് കൂടുതൽ ഡാമേജ് വരുന്നത്, അതായത് ഇത് നേരത്തെ നമ്മൾ കുറച്ച് ബയോകെമിസ്ട്രി കൂടെ പറഞ്ഞില്ലേ, പല പല ഘട്ടങ്ങളായിട്ട് മദ്യത്തിന്റെ തന്മാത്രകൾ മാറുന്ന കാര്യം പറഞ്ഞില്ലേ. എത്തനോൾ, അസറ്റാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, പിന്നെ വെള്ളത്തിന്റെ തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പ്രോസസ്സ് സ്ത്രീകളിൽ കുറവായിരിക്കും. ഡൈജഷൻ അല്ല, ഡീടോക്സിഫിക്കേഷൻ. ഡൈജഷൻ ദഹനം എന്നാണ്. ഇത് ദഹനമല്ല, നമ്മളൊരു വിഷവസ്തുവിനെ ഉള്ളിലേക്ക് കടത്തിവിട്ട് അതിനെ പിന്നെ എന്താ പറയുക, വിഷ നിർമ്മാർജ്ജനം ചെയ്യല. കളയാന്നുള്ളതല്ലേ. ആ കളയുന്ന കഴിവ് സ്ത്രീകളിൽ കുറവായിരിക്കും. പഠനങ്ങൾ പറയുന്നത് ഈ കിലോഗ്രാം കണക്ക് വെച്ച് മദ്യത്തെ പറയും. എന്ന് വെച്ചാൽ 10 വർഷം മദ്യം കുടിച്ച ഒരാൾക്ക് ഇപ്പോൾ ഇന്ന് 100 ml ലിക്കർ കഴിക്കുമ്പോൾ 40 ഗ്രാം ലിക്കർ ഇല്ലേ. ഇങ്ങനെ ഗ്രാമുകൾ ആഡ് ചെയ്ത് 300 കിലോഗ്രാം ആൽക്കഹോൾ വേണം ഒരാണിന് ലിവർ സിറോസിസ് വരാനെങ്കിൽ. 150 കിലോഗ്രാം ആൽക്കഹോൾ മതി സ്ത്രീക്ക്, പകുതി മതി എന്നാണ് ഒരു റഫ്ലി പഠനങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആൽക്കഹോളിക് ലിവർ സിറോസിസ് സ്ത്രീകളിൽ കൂടിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കനുസരിച്ച് വാസ്തവത്തിൽ ഈ സിറോസിസിൻ്റെ ആഹാരം, ജീവിതശൈലിയിലെ കറക്ഷൻസ് വരുത്തേണ്ട അവസ്ഥകളുണ്ടല്ലോ. ആഹാരം നല്ലപോലെ കഴിക്കുന്നു, എക്സസൈസ് ഒട്ട് ഇല്ലതാനും, അതാണ് ഇപ്പം കൂടുതലും സിറോസിസിലേക്ക് നയിക്കുന്നത്. നോൺ ആൽക്കഹോളിക് സിറോസിസ് തന്നെയാണ് കൂടുതൽ. സ്ത്രീകളിലും അത് തന്നെയാണ് കൂടുതൽ. പിന്നെ സ്ത്രീകളിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ കയ്യിലില്ല. പക്ഷേ തീർച്ചയായിട്ടും അർബൻ സിറ്റി ഡ്വല്ലേഴ്സിൻ്റെ ഇടയിലെ നഗരത്തിൽ സ്ത്രീകളുടെ മദ്യപാന സംസ്കാരം എനിക്കൊന്ന് കൂടുതലായിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക്, അതായത് മദ്യപിക്കുന്നത് കൊണ്ട് രാധ തന്നെ ഇപ്പോൾ ലിവർ ഡിസീസസ് അല്ലാണ്ട് ഈ റിപ്രൊഡക്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവും മദ്യപാനം കൊണ്ട്? ഉണ്ടാവാം എന്ന് പറയാനേ പറ്റുന്നുള്ളൂ. കാരണം അതിനൊരു എക്സാക്റ്റ് ഒരു സ്ഥിതിവിവര കണക്ക് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഈ മദ്യം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന ആളുകളിൽ വാസ്തവത്തിൽ എന്നോട് രോഗി ചോദിച്ചു, തൊലി, അയാളുടെ ട്വിൻ ബ്രദർ ഡസൻ ഡ്രിങ്ക്, പക്ഷേ അയാൾ കുടിക്കും. അയാളുടെ തൊലി ആകെ വയസ്സനായ പോലെ ആയിപ്പോയി. എന്താ ഡോക്ടർ അങ്ങനെ? ഏജിങ്. ഇത് ഏജിങ്ങിനെ ബാധിക്കും. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമല്ല, തൊലിക്കടിയിൽ തൊലിയുടെ ടൈറ്റ്നെസ് നിർണ്ണയിക്കുന്ന കൊളാജൻ എന്ന് പറയുന്ന ടിഷ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ ലൂസായി പോകും മദ്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ. അപ്പം അത്തരക്കാരുടെ തൊലി ഏജ്ഡ് ആവും. മുടി കൊഴിയും. പല്ലിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ പ്രശ്നം മാത്രമല്ല, ശരീരത്തിൻ്റെ സകല അവയവങ്ങൾ, മുടി തൊട്ട് തൊലി തൊട്ട് അങ്ങോട്ട് എല്ലാത്തിനെയും ബാധിക്കും. ഒരു പരിധി വിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ബാധിക്കും. ഞാൻ പെട്ടെന്ന് ആ ഒരു പേഷ്യൻ്റ് ഡിയോയാണ് ഓർത്തത്. ട്വിൻ ബ്രദേഴ്സ്, ഒരാൾ കുടിക്കുന്നു, ഒരാൾ കുടിക്കുന്നില്ല. ഒരാളെ കണ്ടാൽ നല്ല പ്രായം തോന്നും, മറ്റേ ആൾ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നു.